നിളയുടെ സാന്നിധ്യം തവനൂരിലും തിരുനാവായിലും ഒരുപോലെയുണ്ട്. നമ്മൾ സമർപ്പണത്തോടുകൂടി എത്രയോ മക്കൾ ഇവിടെ വന്നിരുന്ന് 4 മണിയോടുകൂടി ഈ വെയിലത്തും ആരതി കാണുവാൻ വന്നിരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ ഈ പൈതൃകത്തോട്, ഈ സംസ്കാരത്തോട് നമ്മുടെയുള്ള അഭിമാനവും അതുപോലെ നമുക്ക് ആരാധനയുമാണ്. ഭാരതപ്പുഴയുടെ നിളയുടെ ആരതി കാണുവാൻ നമ്മളെല്ലാവരും എല്ലാം മറന്ന് മറ്റുള്ളതെല്ലാം അപ്രധാനമായി കണ്ടുകൊണ്ട് ഈ നിളയുടെ ആരതി ഏതാനും ദിവസം കൂടി മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും സമർപ്പിത മനസ്സോടുകൂടി തന്നെ ഈ ത്രിസന്ധ്യ സമയത്ത് ഒത്തുകൂടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിള എല്ലായിടവുമുണ്ട്. സപ്തനദികളുടെ സാന്നിധ്യം ഇവിടെയുമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പൂജ ചെയ്യുമ്പോൾ വെള്ളം എടുത്തിട്ട് സപ്തനദികളുടെ മന്ത്രം ഗംഗേ യമുനേ ചൈവ എന്ന് തുടങ്ങി മന്ത്രം ചൊല്ലിക്കൊണ്ട് നമ്മൾ ജലത്തെ തീർത്ഥമാക്കുന്നത് പോലെ നമ്മുടെ ഭാവനയാണ് അതിനെ പരിശുദ്ധമാക്കുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാന്റെ സാന്നിധ്യം, ശിവസാന്നിധ്യം ഈ നദിയുടെ നിളയുടെ മധ്യത്തിൽ സ്ഥാപിതമായിട്ടുണ്ട്. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ ഇതൊരു കാശിയാണ്, ഇതൊരു വൈകുണ്ഠമാണ്, ഇതൊരു ബ്രഹ്മാവിൻ്റെ യാഗഭൂമിയാണ്, ത്രിമൂർത്തി സ്നാനഘട്ടാണിത്. അത് ആ ഭാവനയോടുകൂടി തന്നെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ എല്ലാം മറന്ന് ചെയ്യുവാണെങ്കിൽ അത് പരമേശ്വരനുള്ള ആരതിയായി, ബ്രഹ്മാവിനുള്ള ആരതിയായി, മഹാവിഷ്ണുവിനുള്ള ആരതിയായി. നമ്മുടെ ഭാവനയാണ് പ്രധാനം. എല്ലാത്തിനും പിന്നിലുള്ള ഭാവന അത് പരിശുദ്ധമാണെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. പ്രത്യേകിച്ച് ബ്രഹ്മാവിൻ്റെ യാഗഭൂമി കൂടിയാണിത്. ഇവിടെ നമ്മളെല്ലാവരും ഒത്തുകൂടി ആന്തരികമായും മാനസികമായും ബാഹ്യമായും എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും നടത്തിക്കൊണ്ട് നടക്കുന്ന നിളയുടെ ആരതി ഇവിടെ കുറച്ച് സമയത്തിന് ഉള്ളിൽ തന്നെ ആരംഭിക്കും. വയ്യാത്തവർക്കും അതുപോലെ തന്നെ അത്രയും നടന്ന് പോവാൻ സാധിക്കാത്തവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് ചെറുതോ വലുതോ എന്നുള്ളതല്ല പ്രധാനം. ഒരു തുളസി ഇല നമ്മൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ അത് ബ്രഹ്മാണ്ടത്തോളം കനം ആ തുളസി ഇലയ്ക്കുണ്ടെന്ന് പറയും അല്ലെ. ഭക്തിയോട് കൂടിയിട്ടാണ് സമർപ്പിക്കുന്നതെങ്കിൽ ചെറുതോ വലുതോ എന്നുള്ളതിന് ഉപരിയായിട്ട് നമ്മൾ അതിൻ്റെ പിന്നിലുള്ള മനോഭാവമാണ് ഇതിനെ വലുതാക്കുന്നത്, നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നത്. എല്ലാവരും ഭക്തിയോടുകൂടി ഈ യാഗഭൂമിയിൽ നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ സാന്നിധ്യത്തിൽ, നമ്മൾ മഹാദേവന്റെ സാന്നിധ്യത്തിൽ ഒന്നിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു സാന്നിധ്യം നമ്മളിവിടെ തുടങ്ങിയത് തന്നെ, ഈ പൂജയും തുടങ്ങിയത് തന്നെ പൂജ്യത്തിൽ നിന്നാണ്. നമ്മൾ എല്ലാ മക്കളും അതിൽ ഓടി വന്നിരുന്ന് വെയിലത്തിരുന്നു കൊണ്ട് തന്നെ ഇതിനു വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയതയുടെ വെളിച്ചമാണ് നമ്മളിതിൽ കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ഭക്തിയോടുകൂടി തന്നെ, വെറും ഒരു ചടങ്ങായി മാറാതെ ഭക്തിയോടുകൂടി തന്നെ അവരവരുടെ കയ്യിൽ തന്നിട്ടുള്ള ചിരാത് ഇവിടെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ആരതി വഴിയാണെങ്കിൽ അത് മഹാദേവനുള്ള, കൈലാസത്തിലിരിക്കുന്ന മഹാദേവനുള്ള ആരാധനയാണ്. അതുപോലെ നമ്മുടെ ബ്രഹ്മദേവനുള്ള ആരാധനയാണ്, മഹാവിഷ്ണുവിനുള്ള ആരാധനയാണ്. അതുകൊണ്ട് ത്രിമൂർത്തികളുടെയും നമുക്ക് അനുഗ്രഹം വാങ്ങാനുള്ള ഒരു ഏറ്റവും നല്ലൊരു അവസരമാണിത്. ഭക്തിയോടുകൂടി തന്നെ എല്ലാ ആരാധനയും സമീപിക്കുക. അകത്തും പുറത്തും ഒരു കുളിയാണ്. നാമം ജപിച്ചുകൊണ്ട് നമ്മൾ അകത്ത് കുളിക്കുമ്പോൾ പുറത്ത് നിളയിലെ സ്നാനം കൊണ്ട് നമുക്ക് ആത്മവിശുദ്ധിയും ആത്മശക്തിയും നമ്മളിൽ നിറയുകയാണ്. ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് വെറും ഒരു ചടങ്ങായി കാണാതെ അതിന് പിന്നിലുള്ള മനോഭാവം ഭക്തിപൂർണമാവട്ടെ. മഹാദേവന്റെ സാന്നിധ്യത്തിൽ ആ അനുഭൂതി അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അതിനായിട്ട് നമ്മുടെ മനസ്സിനെ ഒരുക്കിയെടുക്കുക, തയ്യാറാക്കിയെടുക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഭക്തിയോടുകൂടി തന്നെ. പിന്നെ രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ എവിടെയാണോ നാമജപം നടക്കുന്നത്, എവിടെയാണോ ഹോമം നടക്കുന്നത്, മന്ത്രജപം നടക്കുന്നത്, അവിടെ നിന്ന് വെറുതെ ഇരുന്നാൽ മതി. അമ്മ പറയാറുണ്ട്, മക്കളെ പെർഫ്യൂം ഉള്ള ചന്ദനത്തിരി നിർമ്മിക്കുന്ന നമ്മൾ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഫാക്ടറിയിലേക്കോ കയറിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പെർഫ്യൂം മണക്കില്ലേ?
കൽക്കരി ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മൾ കയറിയിട്ട് ഇറങ്ങുമ്പോൾ കൽക്കരിയുടെ പൊടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ലേ? അതുപോലെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ നാമജപത്തിൻ്റെ ചൈതന്യം നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. കുംഭമേളയിൽ 2 കാര്യമാണെന്ന്. കുംഭത്തിൻ്റെ മേള, നിറവിൻ്റെ മേളയാണത്, സംഗമമാണ് അത്. നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു മേള കൂടിയാണിത്. നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന ഭഗവാനോടുള്ള പ്രേമം കൊണ്ടാണ്, ഈ ഭാരതപ്പുഴയോടുള്ള ആദരവ് കൊണ്ടാണ്, പ്രണയം കൊണ്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇതിൻ്റെ വക്താക്കളാണ്. ഇതിൻ്റെ ഓരോരുത്തരും ഇതിനെ ഭാവത്തോടുകൂടി കാണുന്നവരാണ്. നമ്മുടെ ഈ മലപ്പുറം ലോകം ശ്രദ്ധയാർജിക്കുന്ന കുംഭമേള എന്ന പദത്തിലൂടെ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അവിടെ നമ്മൾ സാധാരണക്കാര് സാധകനായിട്ട് മാറണം എന്നുള്ളതാണ് കുംഭമേളയുടെ ഏറ്റവും വലിയൊരു തത്വം, ഈശ്വരീയത. നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളെല്ലാം കളഞ്ഞ് മനസ്സിൻ്റെ നിർമ്മലത ഭാവത്തിലേക്ക്, നിർമാല്യം തൊഴുതു പുറത്തേക്ക് വരുന്നത് പോലെ ആ നിർമാല്യത്തിൻ്റെ ഭാവം നമ്മുടെ ഉള്ളിലേക്ക് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്നാനവും ജപവും എല്ലാം തന്നെ. അവസരങ്ങളെ പാഴാക്കാതെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ത്രിസന്ധ്യ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ സമയമാണ്. നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞു കളയരുത്, കിടന്നുറങ്ങരുത്, ഭക്ഷണം കഴിക്കരുത്, പഠിക്കരുത് എന്ന് പൂർവികർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈശ്വരൻ്റെ സമയമാണ്. ഈശ്വരനും നമ്മളും തമ്മിലുള്ള ദർശനം നടക്കുന്ന സമയമാണ്. ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഹര ഹര മഹാദേവ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മനസ്സിൽ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ഊർജം, ആ തപസ്സന്നൂര് നമുക്ക്, അതായത് തപസ്സികൾ ഒരുപാട് നാള് കുടിലുകൾ കെട്ടി ഇവിടെ തപം ചെയ്ത മണ്ണാണ്, സ്ഫുടം ചെയ്തെടുത്ത, അവരുടെ തപസ്സിലൂടെ സ്ഫുടം ചെയ്തെടുത്ത മണ്ണാണിത്. അതിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോരുത്തരും ആ ഭഗവത് സാന്നിധ്യം കൂടി നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാനുള്ളതാണ് ആരതിയും സ്നാനവും എല്ലാം തന്നെ. എല്ലാവർക്കും ആ ഭക്തി ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവായ അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. संकल्पमस्तु।
शिवाय ॐ नमः 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 शिवाय नमः पार्वती पतये हर हर महादेव।